അരുതായിരുന്നു ലാലേട്ടാ. എത്രയോ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാതെ പോയി. എന്തൊരു പെർഫോമൻസ് ആണ് പുള്ളി. കഴിഞ്ഞ ദിവസം നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച ഇൻസ്പിറ ഗോൾഡിന് ആഡ് റിലീസായിട്ട് ഭയങ്കര ഹിറ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തു അതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതിങ്ങനെ സോഷ്യൽ മീഡിയ പോയപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമൻറ്റ് ഞാൻ കണ്ടു. അതായത് അത് പറഞ്ഞില്ലെങ്കിൽ ഒരു അപരാധമായി പോകുന്നത് ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കാം. ഈശ്വര ഞാൻ എന്തായി, അല്ലെങ്കിൽ വേണ്ട, പുള്ളി പറഞ്ഞ ടോണിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ. ഈശ്വര ഞാൻ എന്തായി കാണണേ, സമൂഹത്തിൻ്റെ പോക്കിത് എങ്ങോട്ടാ, മനുഷ്യകുലത്തിൻ്റെ മുടിയൽ ആരംഭിച്ചിരിക്കുന്നു. അരുതായിരുന്നു ലാലേട്ടാ, അങ്ങയുടെ പൗരുഷമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്, അത് മാത്രമാണ് ഞങ്ങൾ ആരാധിച്ചത്. ഇതൊന്നും പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തെ താറുമാറാക്കരുത് എന്ന് ഒരു ലാലേട്ടൻ ഫാനാണെന്ന് മനസ്സിലായി. വളരെ വേദനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കമൻറ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമൻറ്റിലൊരു പൊളിറ്റിക്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ കമൻറ്റ് എടുത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു കമ്മ്യൂണിറ്റി നമ്മുടെ ചുറ്റിനും നിൽപ്പുണ്ട്. അതായത് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആചാരങ്ങളെങ്ങനെ നമ്മുടെ മൂല്യങ്ങളെ താങ്ങി പിടിച്ച് നിൽക്കുന്ന വലിയൊരു സമൂഹം. അപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ പരസ്യം, ലാലേട്ടൻ ഈ പരസ്യം കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവുക, നമ്മുടെ ബാലേട്ടൻ സിനിമയ്ക്കകത്ത് ജഗതി ചേട്ടൻ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, ചൊറിഞ്ഞിട്ട് വയ്യ എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലായിരിക്കും അദ്ദേഹം ഇരുന്നിട്ടുണ്ടാവുക. സോ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളോട് സദാചാരം പറയുന്ന സമയത്ത് നമ്മൾ ഫാസ്റ്റിൽ ഇൻ്റർവ്യൂലൊക്കെ പറയാറില്ലേ, അതെ 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 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരങ്ങോട്ട് ബഹുമാനിച്ച് വിടുക. കമ്മിങ് ടു ദ പോയിന്റ്, ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഭവത്തിൽ മുങ്ങിപ്പോയ കുറേ ഗംഭീര പെർഫോമൻസ് വേറെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എത്രയോ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാതെ പോയി. ഒരു എക്സാമ്പിൾ പറയുകയാണ് നമ്മുടെ ഉറുമിയിലത്തെ ജഗതി ചേട്ടൻ്റെ ക്യാരക്ടർ. എന്തൊരു പെർഫോമൻസ് ആണ് പുള്ളി. അതിൽ 1-2 സീൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു കഥാപാത്രത്തിൻ്റെ മടിയിൽ ഇങ്ങനെ കിടത്തിയിട്ട്, സാധാരണ നമ്മൾ തലയിലിങ്ങനെ തഴുകുകയോ കാര്യങ്ങൾ പറയുകയല്ലേ ചെയ്യുള്ളൂ, ഇത് കഴുത്ത് മുതലിങ്ങനെ തഴുകിയിട്ട് ആ കണ്ണുകൊണ്ടുള്ള നോട്ടങ്ങളും ബാക്കി ആ ബോഡി ലാംഗ്വേജും ഗംഭീരമാണ്. പുള്ളി പറങ്കികളുടെ കൂടെ നമ്മൾ നിൽക്കണം എന്നുള്ള കാര്യം കൺവിൻസ് ചെയ്യണം. ഈവൻ ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന സീൻസിൻ്റെ തന്നെ പൃഥ്വിരാജൊരു ഡയലോഗ് പറയുന്നുണ്ട്. ആ സമയത്ത് പുള്ളിക്ക് തിരിച്ചൊന്നും പറയാനില്ല, റിയാക്ഷൻസ് ആണ്. ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്, നിൻ്റെ ഉള്ളിലുള്ളൊരു പെണ്ണുണ്ട്, ആ പെണ്ണ് ഈ പറഞ്ഞ പദവികളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും പണവും ഒക്കെ മോഹിച്ച് ഇങ്ങനെ മാറുന്ന പറയുന്ന സമയത്ത് ആദ്യം ഒരു പെണ്ണിൻ്റെ ആയിട്ടുള്ള സാധാരണയായിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജ് ചെറിയൊരു പുച്ഛമൊക്കെ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും എന്താ ഇവൻ അറിഞ്ഞിരിക്കുന്നത്, അങ്ങനെ ചില ബോഡി ലാംഗ്വേജൊക്കെ കാണിച്ചിട്ട് അവസാനത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇയാൾ കാരണം ചതിക്കപ്പെട്ടു എന്ന സാധനം ജഗതി ചേട്ടൻ അറിയുന്ന സമയത്ത് പുള്ളിയുടെ ഉള്ളിലൊരു പേടിയും അങ്ങനെ വികാരങ്ങൾ മിന്നിമാറുന്ന ഒരു പെർഫോമൻസ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഗംഭീര പെർഫോമൻസുകൾ എന്തുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് വരാത്തത് അല്ലെങ്കിൽ ആൾ പറയാത്തതെന്ന്. പലപ്പോഴും ഈ പൊളിറ്റിക്സ് അതിനൊരു കാരണമാണ്. ഇനി ഇതല്ലാതെ മറ്റൊരു സിനിമ പറയുകയാണെങ്കിൽ തമിഴിൽ സൂപ്പർ ഡീലക്സ്, എന്താ പെർഫോമൻസ്. അതിൽ വിജയ് സേതുപതിയുടെ ചില സീക്വൻസൊക്കെ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ്റെ സീക്വൻസ്, ആ കുട്ടിയായിട്ടുള്ള ചില സീക്വൻസ് ഭയങ്കര ഇമോഷണലാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സീക്വൻസ് ഉണ്ട്. ഒരു കടക്കാരൻ മുന്നിൽ ചെന്നിട്ട് വിജയ് സേതുപതി ഇങ്ങനെ കൈകൊട്ടി ഇങ്ങനെ വിളിക്കും. അപ്പോൾ ആ കടക്കാരൻ ഇങ്ങനെ നോക്കിയിട്ട് ഒരു പൈസ എടുത്ത് കൊടുക്കും. പെട്ടെന്ന് അത് പോരാന്നുള്ള രീതിയിൽ ഇങ്ങനെ നാക്കുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട്, അപ്പോൾ പുള്ളിക്കാരൻ ആരും മനസ്സിലായി. പെട്ടെന്ന് ഒരു 20 രൂപയുടെ നോട്ട് എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ തലകൊണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ അനുഗ്രഹിച്ച് വിടുന്ന സീനുണ്ട്. എന്ത് നാച്ചുറലാണെന്ന് അറിയാം. അങ്ങനെ ഒരുപാട് പെർഫോമൻസുകൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ അന്നത് ഭയങ്കരമായിട്ട് എല്ലാവരും ചർച്ച ചെയ്തിരുന്നു. പിന്നീട് അത് എവിടെയോ ഒന്ന് ഡൗൺ ആയി പോകല്ലേ. ഏകദേശം 50-60 ടേക്കുകൾ വീണ്ടും വീണ്ടും എടുത്ത് അതിനെ ഇങ്ങനെ ഇംപ്രൂവൈസ് ചെയ്ത് കൊണ്ടുവന്നാണ് പുള്ളി തന്നെ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു പെർഫോമൻസ്. പിന്നെ 2018 ഇറങ്ങിയിട്ടുള്ള ഞാൻ മേരിക്കുട്ടി എന്ന് പറഞ്ഞ സിനിമ, അതിൽ ഇതേപോലെ തന്നെ ഒരു പ്രത്യേക സീക്വൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് ജയസൂര്യ ഇങ്ങനെ ഒരു കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് തന്നെ സ്വന്തം ശരീരം ഇങ്ങനെ നോക്കുകയാണ്, മേൽ തൊട്ട് താഴേക്ക് വരെ ഇങ്ങനെ നോക്കിയിട്ട് വയറൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പം അതിലൊരു പൊട്ടി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറൊരു മൂഡിലേക്ക് പോകും. പക്ഷെ അത് കറക്റ്റ് പക്കാ മൂഡിൽ പിടിച്ച് ലാസ്റ്റ് ആ കണ്ണിൽ നോക്കി പുള്ളി ഒന്ന് ചിരിക്കുന്ന പോലെ, അതായത് നൈസായിട്ട് സ്മൈൽ ചെയ്യുന്ന പോലെ നിന്നിട്ട് പുള്ളി പോവാണ്. ആ വർഷത്തെ മികച്ച നടനുള്ള അവാർഡും പുള്ളി കിട്ടിയായിരുന്നു. അങ്ങനെ ഒരു ഗംഭീര സിനിമ. പക്ഷേ ഇതുപോലുള്ള ഒരുപാട് സിനിമകൾ വേറെ ഉണ്ട്. എങ്കിലും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ ആയിട്ടും ഇതൊക്കെ ചെയ്യുന്ന നടന്മാർക്കൊരു മടിയുണ്ട്. അതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഗ്രൂം ചെയ്ത് എടുത്തതിൻ്റെ പ്രശ്നമാണ്. ഇത് കാണുന്ന ഓഡിയൻസിനും ഈ പ്രശ്നം ഇപ്പോഴും ഉണ്ട്, ഒന്നും മാറിയിട്ടില്ല. നല്ല പെർഫോമൻസ് കാണുന്നുണ്ടെങ്കിലും സ്റ്റിൽ നമ്മുടെ മൈൻഡിൽ ഇത് കിടക്കുന്നു. ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും എനിക്കിതിന് പ്രധാന കാരണമായിട്ട് തോന്നിയെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ബിലീഫ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, ആർട്ടിക്കിൾ 51A. It shall be the duty of every citizen of India to develop the scientific temper, humanism and the spirit of inquiry and reform. അതായത് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എന്ത് കാര്യം നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രൂം ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ അതേപോലെ തന്നെ ശീലിക്കാതെ ഒരു കാര്യത്തിനെ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക, അത് നമ്മുടെ ഡ്യൂട്ടി ആണെന്നാണ് നമ്മളോട് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയ കാര്യങ്ങളായിട്ട് വീണ്ടും വരും. Till then, bye.